വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ രാഷ്ട്രീയ പാർട്ടികൾ ആകാംക്ഷയിലും പിരിമുറുക്കത്തിലുമാണ്. എക്സിറ്റ് പോളുകൾക്ക് വിരുദ്ധമായ വിധി വരും എന്ന സോണിയാഗാന്ധിയുടെ പ്രതീക്ഷ. മറുഭാഗത്ത് BJP സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ബംഗാൾ, ബീഹാർ, UP, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, തെക്ക് കർണാടക തീപ്പൊരി പോരാട്ടം നടന്ന ഈ സംസ്ഥാനങ്ങളിലേക്കായിരിക്കും നാളെ രാവിലെ മുതൽ മുന്നണികളുടെ പ്രധാന നോട്ടം. 295 സീറ്റിൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസം ഈ നിമിഷവും കൈവിട്ടിട്ടില്ല ഇന്ത്യ മുന്നണി. എക്സിറ്റ് പോൾ പറഞ്ഞ പോലെയല്ല കാര്യങ്ങളെന്ന് സോണിയാഗാന്ധിയുടെ പ്രതീക്ഷ. Well, we are very hopeful that our results are completely the opposite of what the exit poll is saying. മറുഭാഗത്ത് NDAയിൽ ഉറച്ച ആത്മവിശ്വാസം കാണാം. ജയിച്ചാൽ രാഷ്ട്രപതി ഭവനിൽ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് കർത്തവ്യപഥിലോ ഭാരത് മണ്ഡപത്തിലോ 10,000 പേരെ പങ്കെടുപ്പിച്ച് വലിയ പരിപാടി നടത്താനാണ് BJP ആലോചിക്കുന്നത്. നാളെ വൈകിട്ട് വൻ റോഡ് ഷോയും പരിഗണനയിലുണ്ട്. മോദി 3ാം തവണയും പ്രധാനമന്ത്രിയായാൽ മന്ത്രിസഭയിൽ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും എത്തിയേക്കും. നിതീഷ് ഡൽഹിയിലെത്തി മോദിയെ കണ്ടു. വോട്ടെണ്ണലിന്റെ ഒരുക്കങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ച് വിശദീകരിച്ചു. We have created a world record of 642 million proud Indian voters. This is a historic moment for all of us, for the nation as a whole. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. കൂട്ടിവെച്ച കണക്കുകൾക്കെല്ലാം ആയുസ് കുറയുന്നു. നമുക്ക് യഥാർത്ഥ ജനവിധിക്കായി കണ്ണും കാതും കൂർപ്പിക്കാം. ഡൽഹിയിൽ നിന്ന് ഷിജു പട്ടുവത്തിനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.